കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. സോ ഹായ് എവ്രിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നോന്റെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും. സോ വെൽക്കം എവ്രിവൺ ടു ഇഗ്നോ ഫോക്കസ് 5.0. വേർ ടുഡേ വി ആർ ഡിസ്കസിങ് BFSW വരുന്ന BSW 121 എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് വൈ ദിസ് ഗൈഡ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസിന്റെ ഒരു ഇഗ്നോ ഫോക്കസ് 5.0 ഗൈഡ് എന്തിനാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ടേം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ലേണേഴ്സ് ആണ് അല്ലെ, ഡിസംബർ ടേം എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുന്ന ലേണേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ എക്സാമിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ നല്ല വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു റിവിഷൻ കൊണ്ടുപോകാനും ഉള്ള ലൈക്ക് അതിനുവേണ്ടി നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഗൈഡിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. അതായത് ഓരോ ബ്ലോക്കിൽ എടുക്കുമ്പോൾ ആ ബ്ലോക്കിലെ ഓരോ യൂണിറ്റിലെയും ഏത് ടോപ്പിക് ആണ് ഏറ്റവും കൂടുതലും തവണ വന്നിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ. അപ്പം അതിന്റെ റെലവൻസ് എത്രത്തോളമാണ് വന്നിട്ടുള്ള ഒരു ബേസിസ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം റെലവൻസ് ആ ഒരു ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിറ്റിലെ ടോപ്പിക്കുകൾക്കുണ്ട്. അതേപോലെ തന്നെ ഓരോ എക്സാം നമുക്കറിയാം, നമുക്ക് ഓരോ പേപ്പറിനും ഓരോ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും. അപ്പൊ ആ ഒരു പാറ്റേൺ എന്താ നമ്മൾ നോക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയാണ് മാർക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയറിൽ ഒരു 4 to 5 സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു ടേം എക്സാമിനേഷനിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്. ഓക്കെ, ടോപ്പിക് വൈസ് പ്രോബിലിറ്റി അതേപോലെ തന്നെ അതിന്റെ പ്രഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബൈ ദ എൻഡ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ദാറ്റ് വി അനലൈസ്ഡ് മൾട്ടിപ്പിൾ ഇയേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ. So we analyzed multiple years of IGNO term and examination purpose. നമ്മൾ ഓരോ എന്താ പറയാ ബ്ലോക്ക് അനുസരിച്ചും യൂണിറ്റ് അനുസരിച്ചും എല്ലാ ക്വസ്റ്റ്യൻ മാപ്പ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് നമുക്ക് നോക്കാം ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ്. ആൻഡ് ഇവിടെ ബ്ലോക്കിൽ നമുക്ക് ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിലെയും സ്പെസിഫിക് ടോപ്പിക്സുകൾ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സോഷ്യൽ മൂവ്മെന്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത് കൗണ്ട് 2 ആണ്. ദെൻ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കും അപ്പിയറൻസസ് കൗണ്ട് 2. പിന്നീട് യൂണിറ്റ് 2ലെ സോഷ്യൽ പോളിസി എന്ന് പറയുന്ന ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുള്ളത് 2 തവണയാണ്. സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ആക്ഷൻ ഡിഫറൻസ് വിത്ത് സോഷ്യോളജി 1 ടൈമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. Then Unit 3 History of Social Work in the United Kingdom 2 times appeared. Unit 3 History of Social Work in the United States of America 2 times appeared. Unit 3 തന്നെ Scientific Base and Quest for Professional Status 1 time appeared. Then coming to Unit 4 Social Work Education in India എന്ന് പറയുന്ന ടോപ്പിക് ഒരു തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 1ലേക്ക് വരുമ്പോൾ Approaches of Professional Social Work 3 times. Then Scope of Social Work'ും Goals and Functions of Social Work'ും 1 time വെച്ചിട്ടാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2ലെ ടോപ്പിക്കുകൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് 2 ടൈംസും ജനറൽ വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് അതേപോലെ തന്നെ ഇന്റർവെൻഷൻസ് ഇൻ ബേസിക് യൂണിറ്റ്സ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി 1 ടൈമാണ് വന്നിട്ടുള്ളത്. പിന്നീട് യൂണിറ്റ് 3ലേക്ക് വരുമ്പോൾ വോളണ്ടറി ആക്ഷൻ വേഴ്സസ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്, ഏരിയാസ് ഓഫ് ഇന്റർവെൻഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻ, റെലവൻസ് ആൻഡ് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ വോളണ്ടറി ആക്ഷൻ, ഇതെല്ലാം തന്നെ 2 തവണയാണ് വന്നിട്ടുള്ളത്. പിന്നീട് ബ്ലോക്ക് 2 യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ പ്രോബ്ലംസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അത് 2 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നീഡ് ഫോർ എത്തിക്കൽ ബിഹേവിയർ 1 തവണ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 മേജർ സർവീസ് ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് 3 തവണ വന്നിട്ടുണ്ട്. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് വാല്യൂസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് 2 തവണ വന്നിട്ടുണ്ട്.
യൂണിറ്റ് 3യിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആസ് സോഷ്യൽ ക്യാപിറ്റൽ 3 തവണയാണ് വന്നിട്ടുള്ളത്. പിന്നീട് വരുമ്പോൾ ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് അത് 2 തവണയാണ്. യൂണിറ്റ് 3 തന്നെ അതിലെ സിസ്റ്റംസ് അപ്രോച്ച് ടു ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഒരു തവണ. യൂണിറ്റ് 4 ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ ഒരു തവണയാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 1 ലോയാലിറ്റി ടു പ്രൊവിഷൻ 3 തവണ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 2 പാട്രിയോട്ടിസം ലൈൻ വേഴ്സസ് കൺസ്ട്രക്റ്റീവ് ആൻഡ് പ്രിൻസിപ്പിൾസ് 2 തവണ വന്നിട്ടുണ്ട്. പിന്നീട് ബ്ലോക്ക് 4 യൂണിറ്റ് 3 കൾച്ചർ ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി 2 തവണ. അടുത്തത് പാട്രിയാർക്കി എന്ന് പറയുന്ന ടോപ്പിക് ഒരു തവണ വന്നിട്ടുണ്ട്. യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ ഹാർഡ് വർക്ക് പ്രിൻസിപ്പിൾസ് 1 ടൈം. യൂണിറ്റ് 5ലേക്ക് വരുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് അതിന്റെ കോൺസെപ്റ്റ് നേച്ചർ ടൈപ്സ് 1 ടൈം. യൂണിറ്റ് 5 ദെൻ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ടോപ്പിക് 1 ടൈം. യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ ടീച്ചർഷിപ്പ് എന്ന് പറയുന്നത് 1 ടൈം. സോ ഇത്രയുമാണ് നമുക്ക് വന്നിട്ടുള്ള സിലബസ് മാപ്പിംഗിൽ വന്നിട്ടുള്ള ആ ഒരു യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്കുകൾ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ബാർ ചാർട്ട് ആണ്. ലൈക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ഡിസംബർ 2022 ടു 2025 ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ വി കൻ സീ ദറ്റ് ബ്ലോക്ക് 2 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നീടുള്ളത് ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ബ്ലോക്സിന്റെ യൂണിറ്റ്സ് ഫ്രീക്വൻസി, അതായത് ഇനിയിപ്പോ ഓരോ ബ്ലോക്ക് നമുക്ക് 1 to 4 ബ്ലോക്ക് ഉണ്ട് അല്ലെ, 1 2 3 4. അപ്പൊ ആ ഒരു 1 to 4 ബ്ലോക്കിൽ നമുക്ക് ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സ്പെസിഫിക് ബ്ലോക്സിൽ എടുക്കുമ്പോൾ ഇവിടെ ബ്ലോക്ക് 1 എടുക്കുമ്പോൾ വി കൻ സീ ദാറ്റ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് 5 നിന്നാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 3 നിന്നാണ് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3 നിന്നാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 എടുത്താലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് 3 നിന്നാണ്. ബ്ലോക്ക് 4 എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വി കൻ സി 1 and 2 ലൈക് 1 and 3 യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആ ഒരു ഹീറ്റ് ഫ്രീക്വൻസി ആ ഒരു കളർ വെച്ചിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. സോ നമുക്ക് ടോപ്പ് 3 ഹൈ yield ആയിട്ടുള്ള ടോപ്പിക്സുകൾ ബൈ ഫ്രീക്വൻസി നോക്കിയാൽ അപ്രോച്ചസ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്, ദെൻ മേജർ സർവീസ് ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക്, അതേപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആസ് സോഷ്യൽ ക്യാപിറ്റൽ, ലോയാലിറ്റി ടു പ്രൊഫഷൻ, അത്രയും എന്ത് ചെയ്യുന്നുണ്ട് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ്. ആൻഡ് ഹൈ ലിവറേജ് ക്ലസ്റ്റേഴ്സിൽ വോളണ്ടറി ആക്ഷൻസ്, കോൺസെപ്റ്റ്സ്, ഏരിയാസ് റെലവൻസ്, അതിൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ്, വാല്യൂ സിസ്റ്റം അപ്രോച്ച്, സോഷ്യൽ ക്യാപിറ്റൽ, ഇത് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് എന്താ പറയാ ഒരു ക്ലസ്റ്റർ ക്വസ്റ്റ്യൻ മോഡിൽ അത് രണ്ടും ചോദിക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് വരുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. സോ ഒരു ഡെഫിനേഷൻ ഒരു എസ്സേയോ കാണും 20 മാർക്കിന്, ലെങ്ത് വരുന്നത് 500 വേർഡ്സ് ആയിരിക്കും. ദെൻ ഒരു അനലിറ്റിക്കൽ എസ്സേ കാണും 20 മാർക്കിനായിരിക്കും. ഡിസ്കസ്, ക്രിട്ടിക്കലി അനലൈസ് അങ്ങനെയുള്ളത് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. ആൻഡ് ഹിയർ ദ വേർഡ്സ് 500 ആണ്. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ട്രേസ് എസ്സേ കാണും, ഇലാബറേറ്റ് ട്രേസ് എന്നൊക്കെ പറഞ്ഞിട്ട് 20 മാർക്കിന് തന്നെയാണ്. എല്ലാം 500 ലൈക്ക് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാറ്റേൺ മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8 ക്വസ്റ്റ്യൻസ് കാണും. 8ൽ 5 എണ്ണം ചൂസ് ചെയ്യാനായിരിക്കും. ആൻഡ് 5 into 20 100 മാർക്ക് അങ്ങനെയായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഒരു കമ്പയർ കോൺട്രാസ്റ്റ് എസ്സേ കാണും 20 മാർക്കിന്റെ 500 വേർഡ് ലെങ്ത് ആയിരിക്കും. 2 പുഷ് പാർട്ട് ഷോർട്ട് നോട്ട് കാണും 10+10 എന്നുള്ള രീതിയിൽ. റെയർലി ഒബ്സർവ്ഡ് ആണ്, ലൈക്ക് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസിലും അങ്ങനെ അപ്പിയർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ അത് 200 to 250 വേർഡ്സ് പെർ നോട്ട്, അങ്ങനെ 2 നോട്ട് എഴുതുക. സോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് ടോപ്പ് 4 ആയിട്ടുള്ളത്. എക്സ്പോസിറ്ററി അല്ലെങ്കിൽ ഡെഫിനിഷൻ എസ്സേ ഉണ്ട്, മോസ്റ്റ് ഫ്രീക്വന്റ് ആണ് 20 മാർക്കിന് 500 വേർഡ്സ് വിത്ത് ക്രിസ്പ് ആയിട്ടുള്ള സബ് ഹെഡിങ്സ്, ഡെഫിനിഷൻസ്, അതേപോലെ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുക. അനലിറ്റിക്കൽ എസ്സേ ആണെന്നുണ്ടെങ്കിൽ 2 to 3 ആർഗ്യുമെന്റ്സ്, ബ്രീഫ് സ്റ്റാൻഡ്സ്, അതുപോലെ കൺക്ലൂഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ട്രേസ് എസ്സേ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈം സീരീസ് പോലെ അല്ലെങ്കിൽ ഹിസ്റ്ററി ആണ് പറയുന്നത്, അപ്പൊ ഇയേഴ്സും കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഗെയിൻ 20 മാർക്ക് 500 വേർഡ്സ് ആണ്. ലാസ്റ്റ് കമ്പയർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എസ്സേ 2 ടോപ്പിക്സ് വന്നിട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ വോളണ്ടറി ആക്ഷൻ വേഴ്സസ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അങ്ങനെയുള്ളതൊക്കെ തന്നിട്ട് ഒരു
കോൺട്രാസ്റ്റിംഗ് ഇത് ചോദിക്കും. സോ അതിന്റെ കാര്യങ്ങൾ 500 വേർഡ്സ് 20 മാർക്കിൽ എഴുതാം. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബ്ലോക്ക് 2 56 മാർക്കാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് 5 പേപ്പറിൽ നിന്നും 31.8% ആണ് ടോട്ടൽ ഷെയർ. അടുത്ത് നോക്കിയാൽ ബ്ലോക്ക് 1 44 ആണ് ആവറേജ് മാർക്ക്, 25% ആണ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 4 42 ആണ് ആവറേജ് മാർക്ക്, ടോട്ടൽ ഷെയർ എന്ന് പറയുമ്പോൾ 23.9% ആണ്. ആൻഡ് ഫൈനലി ബ്ലോക്ക് 3 എന്നാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത്, 34 ആവറേജ് മാർക്ക് പെർ ലാസ്റ്റ് 5 പേപ്പർ ആണ്. ആൻഡ് ടോട്ടൽ ഷെയർ വരുന്ന 19.3% ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ എക്സാം പാറ്റേണിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഇതിൽ കാണുന്നില്ല. അതായത് നമുക്കിപ്പോ എക്സ്പോസിറ്ററി അല്ലെങ്കിൽ ഡെഫിനിഷൻ എസ്സേ, അനലിറ്റിക്കൽ എസ്സേ, ഹിസ്റ്റോറിക്കൽ ട്രേസ് എസ്സേ, കമ്പയർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എസ്സേ, അപ്പൊ ഇതിൽ നിന്നൊക്കെയുള്ള ഒരു വെയിറ്റേജ് നമുക്ക് നോക്കിയാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറയുമ്പോഴത്തേക്കും എവറി സെഷൻസിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് 65 to 90% by mark and speaking in June 2024 and ഒരു ജൂൺ 2025 സ്ലൈറ്റ് ടിപ്പ് വന്നിട്ടുണ്ട് ഡ്യൂ ടു റീഅപ്പിയറൻസ് ഓഫ് ഷോർട്ട് നോട്ട്സ് ആൻഡ് കമ്പയർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട്. Then analytical prompts spiked in June 2023. Then stabilized to 10 to 12% in 2024 and 2025. Then short note returned in June 2025. Topics വരുന്ന social capital, patriarchy, signaling a small but notable diversification of format. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. 36ഓളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയാനും മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത് നമുക്ക് ഒരു പ്രിപ്പറേഷൻ ടിപ്പ് നോക്കാം. 100 മാർക്ക് പേപ്പർ ആണ്, 3 മണിക്കൂർ എക്സാം ആണ്. അപ്പൊ ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനും ആൻസേഴ്സ് ഔട്ട്ലൈൻ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് 5 സെഷൻസ് നമുക്ക് പ്രൊപ്പോർഷണലി ആണ് റൈറ്റിംഗ് ടൈം നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് എക്സ്പോസിറ്ററി എസ്സേ ആണെന്നുണ്ടെങ്കിൽ 4 ആൻസേഴ്സ് ആണ്. സോ 26 തൊട്ട് 28 മിനിറ്റ് വരെ നമുക്ക് ഒരെണ്ണത്തിന് കൊടുക്കാം. അതിന്റെ സെയിം തന്നെ ദെൻ 1 നോൺ എക്സ്പോസിറ്ററി അനലിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ കോൺട്രാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 28 to 32 മിനിറ്റ്, കുറച്ച് മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ, ഒരു എസ്സേക്ക് കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് ഒരു എന്താ പറയാ, അതിന് മുന്നേ 10 to 15 മിനിറ്റ്സ് ബഫർ ഫോർ ഡയഗ്രാംസ്, ഹെഡിങ്സ് ആൻഡ് റിവിഷൻസിന് വേണ്ടി കൊടുക്കാം. ആൻഡ് ഷോർട്ട് നോട്ട്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 10+10 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ 13 to 14 മിനിറ്റ്സ് പെർ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് 1 ഫുൾ എസ്സേ. സോ യെസ്, അപ്പം ലാസ്റ്റ് നിങ്ങൾ ഒരു 10 to 15 മിനിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് റിമൈനിങ് ഒന്ന് വെക്കുക. ബിക്കോസ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമായിരുന്നു, നേരത്തെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ഔട്ട് ആയി പോയത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ പ്രോപ്പർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ടു ഫൈൻഡ് ഓൾ ദീസ് തിങ്സ് നിങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് മിനിറ്റ്സ് ഫൈനലി ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക്, കോൺസെപ്റ്റ്, റെലവൻസ്, ഏരിയാസ് ഡിഫറൻസ് 6 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആസ് എ വാല്യൂ ഓർ സോഷ്യൽ ക്യാപിറ്റൽ 5 ടൈംസ് including short note വന്നിട്ടുണ്ട്. Then third one, social justice as a value, concept, importance, implications 3 times ആണ്. Fourth one, loyalty to profession, principles, structural framework 3 times ആണ്. Then fifth one, generic principles of social work 2 times വന്നിട്ടുണ്ട്. Sixth one, history and evolution of social work in the United Kingdom 2 times വന്നിട്ടുണ്ട്. Seventh one, history and evolution of social work in the United States of America 2 times വന്നിട്ടുണ്ട്. 8th one, culture and cultural sensitivity in social work practice 2 times വന്നിട്ടുണ്ട്. 9th one, problems in ethical decision making 2 times വന്നിട്ടുണ്ട്. 10th one, major service areas of social work 2 times വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ഇതിന് നോക്കാം. അതായത് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഏത് ബ്ലോക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അപ്പിയറൻസ് കൗണ്ട് നമ്മൾ നോക്കിയതാണ്. ഏത് ബ്ലോക്ക് ആണ്, ഏത് യൂണിറ്റ് ആണ്, ആവറേജ് മാർക്ക് എന്താന്ന് നമുക്ക് നോക്കാം. വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്, ആവറേജ് മാർക്ക് 20. അടുത്തത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആസ് എ വാല്യൂ ഓഫ് അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ ബ്ലോക്ക് 3 യൂണിറ്റ് 3 18 ആണ്, ആവറേജ് മാർക്ക്. ലോയാലിറ്റി ടു പ്രൊഫഷൻ പ്രിൻസിപ്പൽസ് ആൻഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ബ്ലോക്ക് 4 യൂണിറ്റ് 1 ആവറേജ് മാർക്ക് 20. സോഷ്യൽ ജസ്റ്റിസ് ആസ് എ വാല്യൂ കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ബ്ലോക്ക് 3 അപ്പിയറൻസ് 3 യൂണിറ്റ് 2 ആവറേജ് മാർക്ക് 20. കൾച്ചർ ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ്, 20 ആണ് ആവറേജ് മാർക്ക്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 2 20 ആണ് ആവറേജ് മാർക്ക്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ UK ബ്ലോക്ക് 2 യൂണിറ്റ് 3 20 ആണ് മാർക്ക്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ USA ബ്ലോക്ക് 1 യൂണിറ്റ് 3 20 ആണ് മാർക്ക്. അടുത്തത് മേജർ സർവീസ് ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 1 20 ആണ് മാർക്ക്. പ്രോബ്ലംസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 20 ആണ് മാർക്ക്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ഈ പറയുന്ന റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് ഒരു ലാസ്റ്റ്, അതായത് ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെ നമ്മൾ നോക്കുമ്പോൾ ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. സോ 53.7% ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതിന്റെ പെർസെന്റേജ് 46.3% ആണ്. ഓക്കെ, സോ ഇനി ഈ പറയുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ യു ഹാവ് ടു ഔട്ട്ലൈൻ ദ ആൻസർ ഇൻ 5 minutes ആൻഡ് റൈറ്റ് ഇൻ 12 to 14 minutes റൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു 1 to 2 minutes റിസർവ് ചെയ്യുക ഫോർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. 3 to 4 ഹെഡഡ് പോയിന്റ്സ്, മിനി എക്സാമ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഓരോ ക്വസ്റ്റിനും. ഇനി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നമുക്ക് നോക്കാം. സോ ഓരോ ബ്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ യൂണിറ്റ്, അതിൻ്റെ ഉള്ളിൽ സ്പെസിഫിക് ടോപ്പിക്, ഇനിയും ഉള്ള ഡിസംബർ 2025 എക്സാമിന് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്, കാറ്റഗറി എന്താണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 വോളണ്ടറി ആക്ഷൻ ഇൻ സോഷ്യൽ വർക്ക് പ്രോബിലിറ്റി 100, കാറ്റഗറി ഹൈ. ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആസ് എ വാല്യൂ സോഷ്യൽ ക്യാപിറ്റൽ 83.3 പ്രോബിലിറ്റി, കാറ്റഗറി ഹൈ ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 2 സോഷ്യൽ ജസ്റ്റിസ് ആസ് എ വാല്യൂ 50% പ്രോബിലിറ്റി ആൻഡ് മീഡിയം, കാറ്റഗറി. അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 1 ടോപ്പിക് ലോയാലിറ്റി ടു പ്രൊഫഷൻ 50% പ്രോബിലിറ്റി ആൻഡ് കാറ്റഗറി മീഡിയം. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ടോപ്പിക് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രോബിലിറ്റി 33.3, കാറ്റഗറി ലോ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ടോപ്പിക് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദ UK പ്രോബിലിറ്റി 33.3 ആൻഡ് കാറ്റഗറി ലോ ആണ്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 33.3 പ്രോബിലിറ്റി ആൻഡ് ലോ ആണ്, കാറ്റഗറി. ബ്ലോക്ക് 4 യൂണിറ്റ് 3 കൾച്ചർ ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് 33.3 ആണ്, പ്രോബിലിറ്റി ലോ ആണ്, കാറ്റഗറി വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 പ്രോബ്ലംസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് 33.3 ആണ്, പ്രോബിലിറ്റി ലോ, കാറ്റഗറി. ബ്ലോക്ക് 3 യൂണിറ്റ് 1 മേജർ സർവീസ് ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് 33.3 പ്രോബിലിറ്റി ആൻഡ് ലോ, കാറ്റഗറി. ഓക്കെ, ആൻഡ് ഇതിനൊക്കെ ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു മോർ ദാൻ 70% അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സുകളാണ് നമ്മൾ ഹൈ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 40% to 69% ആണെന്നുണ്ടെങ്കിൽ മീഡിയം, ആൻഡ് ലെസ്സർ 40% ആണെന്നുണ്ടെങ്കിൽ ലോ, അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ലൈക്ക് എല്ലാ 6 പേപ്പേഴ്സിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക് 5/6 പേപ്പേഴ്സ് ആണ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് 3/6 സെഷൻസിലും വന്നിട്ടുണ്ട്. ലോയാലിറ്റി ടു പ്രൊഫഷൻ എന്ന് പറയുന്നത് 3/6 അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഹൈ പ്രയോറിറ്റി ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്, അങ്ങനെയൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് തരംതിരിക്കാം. ഇപ്പോൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതാണ് വോളണ്ടറി ആക്ഷൻ, ഹ്യൂമൻ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ.
അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ഇതിൽ വരുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, അതേപോലെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത്, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, 2 ടൈംസ് എങ്കിലും റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പൊ മീഡിയം പ്രയോറിറ്റിയിലേക്ക് വന്നാലും സോഷ്യൽ ജസ്റ്റിസും ലോയാലിറ്റി ടു പ്രൊഫഷൻ പോലുള്ള ടോപ്പിക്സുകളാണെന്നുണ്ടെങ്കിലും ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇതേപോലെ തന്നെ ഡെഫിനിഷൻസ്, അതേപോലെ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്തത് ലോ പ്രയോറിറ്റിയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ലോ കവറേജ് ആണെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അതിൽ ജനറിക് പ്രിൻസിപ്പിൾ, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ UK, USA, ദെൻ കൾച്ചർ, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, സർവീസ് ഏരിയാസ്. അപ്പൊ അതിലൊക്കെ എന്ന് പറയുമ്പോൾ ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും, അതായത് ഉറക്കെ നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ പറയുക. അപ്പൊ നിങ്ങൾക്കൂടെ കുറച്ചുകൂടെ മെമ്മറൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. BSWന്റെ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്കിന്റെ ഡിസംബർ ടേമിന്റെ എക്സാമിനേഷൻ ആണ്. BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് കാൻഡിഡേറ്റ്സ് വാല്യൂസ് ടൈം 3 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് 100 ആണ് വരുന്നത്. അപ്പോ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണമാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് വരുന്ന സെയിം മോഡൽ ആയിരിക്കും. എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്സ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, differentiate voluntary action and professional social work and evaluate their complementaries in the Indian context. 20 mark, block 2 unit 3 ആണ്. Then analyze how many relationships operate as social capital in professional social work, indicating implications for intervention, planning and outcomes. 20 mark, block 3 unit 3. Third one, explain social justice as a value of social work and outline principles that guide its practical expression in service delivery. 20 mark, block 3 unit 2. Fourth one, examine loyalty to the profession as a value of social work and discuss the structural framework that sustain it. 20 mark, block 4 unit 1 ആണ്. Fifth one, describe the generic principles of social work and illustrate their application across basic units of society. 20 mark, block 2 unit 2. Sixth one, trace key phases in the emergence of social work in the United Kingdom and relate them to the evolution of methods. 20 mark, block 1 unit 3. Seventh one, discuss cultural sensitivity in social work and propose concrete steps to develop it among practitioners. Block 4 unit 3. Eighth one, identify common problems faced by social workers in ethical decision making and suggest practice level responses. Other block 2 unit 4 ആണ്. Ninth one, critically review major service areas of social work and indicate the competencies they demand from professionals. 20 mark, block 3 unit 1. 10th one, write short notes on the following. അത് 2 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 10 മാർക്ക് വെച്ചിട്ടാണ് ഈച്ച് കിട്ടുക. ഓപ്ഷൻ എ, പാട്രിയാർക്കി implications for culturally sensitive practice. Block 4 unit 3. Then B, approaches of professional social work, a brief overview. Block 2 unit 1. Okay, so out of 10 questions 5 ചൂസ് ചെയ്യണം. ഞാൻ നേരത്തെ 8 ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞത്. 8 അല്ല, 10 ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ് നിങ്ങൾ 5 ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ മോഡൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 to 15 ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കുക. ഓക്കെ, ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാൻ നോക്കുക. ഇതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് കാര്യങ്ങൾ നമ്മൾ ആപ്പിൽ പബ്ലിഷ് ചെയ്യും. സോ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ചെക്ക്. ഓക്കെ, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോയിന്റ്സ് ഒക്കെ ആണോ ആൻസർ ഗൈഡ് ബുക്കിലുള്ളതെന്ന് ചെക്ക് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു ഗൈഡ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ മേടിക്കാൻ വേണ്ടി മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെന്തായാലും മിസ്സാക്കരുത്. എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഹൈ മീഡിയം ടോപ്പിക്സുകളൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് പഠിച്ചിട്ട് പോവാ. ലോങ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓക്കെ, ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.